അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഈയൊരു വിഷയത്തെ, അന്ത്യപ്രവാചകത്വത്തെ എങ്ങനെയാണ് വിശദീകരിച്ചിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. നമുക്കറിയാം, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ പാർപ്പിക്കുകയും ശേഷം ഭൂമിയിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്യുമ്പോൾ അള്ളാഹു അദ്ദേഹത്തോട് പറഞ്ഞിരിക്കുന്ന കാര്യം, കുൽ നഹ്ബിതു മിൻഹാ ജമിയ, നിങ്ങളെല്ലാവരും ഇവിടെ നിന്ന് പുറത്തു പോവുക. ഫൈമ യഅ്തി അന്നക്കും മിന്നി ഹുദ, എൻ്റെ അടുക്കൽ നിന്നുള്ള ഹിദായത്ത്, മാർഗനിർദ്ദേശം നിങ്ങൾക്ക് വന്നെത്തിയാൽ, ഫമൻ തബിഅ ഹുദായ, ആ ഹിദായത്തിന് ആരെങ്കിലും പിൻപറ്റുകയും ചെയ്താൽ, ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനുൻ, അവർക്ക് ഭയപ്പെടുവാനോ ദുഃഖിക്കുവാനോ ഇല്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ശേഷം മനുഷ്യ സമൂഹത്തോട് മൊത്തത്തിലായിക്കൊണ്ട് അള്ളാഹു പ്രഖ്യാപിച്ചത്, യാ ബനി ആദം സന്തതികളെ, ഇമ്മാ യഅ്തിയന്നക്കും മിന്നി ഹുദ, ഇമ്മാ യഅ്തിയന്നക്കും റുസുലും മിൻകും, നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ പ്രവാചകന്മാർ വന്നു കഴിഞ്ഞാൽ, യഖുസ്സൂന അലൈക്കും ആയാത്തി, എൻ്റെ ആയത്തുകൾ നിങ്ങൾക്ക് വിശദീകരിച്ചുകൊണ്ട്, ഫമനിത്തഖ വ അസ്ലഹ, ആരെങ്കിലും ആ കൽപ്പനകളെ പരിപൂർണമായി പ്രാവർത്തികമാക്കുകയും നിലപാട് നന്നാക്കി തീർക്കുകയും ചെയ്താൽ, ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനുൻ, അവർക്ക് ഭയപ്പെടുവാനോ ദുഃഖിക്കുവാനോ ഇല്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചു. ഇനി ഉലുൽ അസ്മിൽപ്പെട്ട 5 പ്രവാചകന്മാരിലൂടെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇവരാണ് ഉലുൽ അസ്മിൽപ്പെട്ട 5 പ്രവാചകന്മാർ. ഇതിൽ ആദ്യത്തെ 3 പ്രവാചകന്മാരിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു വിഷയം ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയാണ്. അള്ളാഹു പറഞ്ഞു, വലഖദ് അർസൽനാ നൂഹൻ വ ഇബ്രാഹിമ, അള്ളാഹു നൂഹിനെയും അലൈഹി സ്വലാത്തു വസ്സലാം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെയും നിയോഗിച്ചു, പ്രവാചകന്മാരായി നിയോഗിച്ചു. വജഅൽനാ ഫീ ദുർരിയ്യതിഹിം നുബുവ്വത വൽ കിതാബ്, അവരുടെ സന്തതി പരമ്പരകളിൽ അള്ളാഹു നുബുവത്തും കിതാബത്തും ഏർപ്പെടുത്തി. സൂറത്ത് അൽ ഹദീദിലെ 25-ാമത്തെ വചനത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. തുടർന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിലൂടെ അള്ളാഹു പറയുന്നത്, സൂറത്ത് ബക്കറയുടെ 87-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത്, വലക്കത് ആത്തൈന മൂസൽ കിതാബ, നാം മൂസാക്ക് വേദം നൽകി അലൈഹി സ്വലാത്തു വസ്സലാം, വഖുൽന വഖഫൈന മിൻ ബഅദിഹി ബിർറുസുൽ, അദ്ദേഹത്തിന് ശേഷം തുടരെ നാം പ്രവാചകന്മാരെ അയച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇവരിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല മാനവരാശിയോട് പറയുന്നത്, ഇവർക്ക് ശേഷം നിരന്തരമായി പ്രവാചകന്മാരെയും വേദങ്ങളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല അയച്ചുകൊണ്ടേയിരിക്കുമെന്നാണ്. എന്നാൽ 4-ാമത്തെ ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാഹു സൂചിപ്പിക്കുന്നത് മറ്റൊരു കാര്യമാണ്. സൂറത്ത് സഫിലെ 6-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത്, വൈദ് ഖാല ഈസ ഇബ്നു മറിയം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ സന്ദർഭം, യാ ബനി ഇസ്രായീല, ഇസ്രായേൽ സമൂഹമേ, ഇന്നി റസൂലുല്ലാഹി ഇലൈക്കും, ഞാൻ നിങ്ങളിലേക്കുള്ള അള്ളാഹുവിൻ്റെ ദൂതനാകുന്നു. മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത്ത് തൗറാത്ത്, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് മുമ്പ് മൂസാ നബിയിലൂടെ നൽകപ്പെട്ട തൗറാത്തിനെ സത്യപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത്. രണ്ടാമത് ഞാൻ നിയോഗിതനായ മറ്റൊരു കാര്യം, വ മുബശ്ശിറൻ, ഇനി നിങ്ങൾക്കുള്ളത് ഒരു സന്തോഷ വാർത്തയാണ്. മുബശ്ശിറൻ ബി റസൂലിൻ യഅ്തി മിൻ ബഅദിഹി, എനിക്ക് ശേഷം ഇനി വരാനിരിക്കുന്നത് ഒരൊറ്റ പ്രവാചകനാണ് എന്ന ഒരു സന്തോഷ വാർത്തയും നിങ്ങൾക്ക് നൽകുവാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് ഇസ്മുഹു അഹ്മദ്, അദ്ദേഹത്തിൻ്റെ പേര് അഹ്മദ് എന്നായിരിക്കും എന്ന് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ബനു ഇസ്രായേൽ സമൂഹത്തെ അറിയിക്കുകയാണ്. അപ്പോൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് പറഞ്ഞത്, ഇനി എനിക്ക് ശേഷം അഹമ്മദ് എന്ന് പേരുള്ള ഒരു പ്രവാചകൻ മാത്രമാണ് വരിക എന്നുള്ളത്. അതുകൊണ്ടാണ് ബി റസൂലിൻ എന്ന് ഏകവചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യം വിശദീകരിച്ചിരിക്കുന്നത്. മാത്രവുമല്ല, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല ലൈസ ബൈനി വബൈനഹു നബിയുൻ, ഈസാ നബിയുടെയും എൻ്റെയും ഇടയിൽ ലോകത്ത് മറ്റൊരു പ്രവാചകൻ വന്നിട്ടില്ല എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായിക്കൊണ്ട് അതിനെ വിശദീകരിക്കുകയും ചെയ്തു. അങ്ങനെ പിന്നീട് വന്ന ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അള്ളാഹു സുബ്ഹാനഹു വ തആല മാനവരാശിയോട് മൊത്തമായിക്കൊണ്ട് പ്രഖ്യാപിക്കുന്ന കാര്യം സൂറത്ത് അഹ്സാബിലെ 40-ാമത്തെ ആയത്തിൽ അള്ളാഹു വ്യക്തമാക്കുകയാണ്, മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിൻ റിജാലിക്കും, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളിൽ ഒരു പ്രവാചകൻ്റെയും ഒരു മനുഷ്യൻ്റെയും പിതാവല്ല, വലാകിൻ റസൂലല്ലാഹ്, എന്നാൽ അദ്ദേഹം ദൈവദൂതനാകുന്നു, വഹാത്തമൻ നബിയീൻ,
പ്രവാചകന്മാരുടെ അന്തിമനുമാകുന്നു. വക്കാന അല്ലാഹു ബിക്കുല്ലി ഷൈഇൻ അലീമ, അള്ളാഹു എല്ലാ കാര്യത്തെ സംബന്ധിച്ചും അഗാധമായി അറിയുന്നവനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു ഈ ഒരു പ്രസ്താവന മനുഷ്യകുലത്തിന് നൽകുകയാണ്. അപ്പം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്ത്യപ്രവാചകത്വത്തെ പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യതയോടുകൂടി വിശദീകരിച്ചുകൊണ്ട് ഈ സൂറത്ത് അഹ്സാബിലെ 40-ാമത്തെ ആയത്തിൽ അള്ളാഹു ഈ കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ ഖുർആനികമായൊരു വിശദീകരണം, അപ്പോൾ നമുക്കറിയാം ഖുർആനാണ് ഒന്നാമതായി ഖുർആനെ വിശദീകരിക്കേണ്ടത്. അപ്പോൾ ആ നിലക്ക് നോക്കിയാൽ ഒരുപാട് ആയത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയത്തെ വിശദീകരിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ സൂറത്ത് ബഖറയുടെ 4-ാമത്തെ ആയത്തിൽ എല്ലാവർക്കും അറിയുന്ന തുടക്കത്തിൽ തന്നെയുള്ള ഒരു ആയത്തിൽ അള്ളാഹു പറയുന്നത് സത്യവിശ്വാസികളുടെ മുഅ്മിനീങ്ങളുടെ ക്വാളിറ്റി ആയിക്കൊണ്ടാണ് അള്ളാഹു ഇത് അറിയിക്കുന്നത്. വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്രിക, അവർ നിനക്ക് അവതരിപ്പിക്കപ്പെട്ട വഹയിലും നിനക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ട വഹയിലും അവർ വിശ്വസിക്കുന്നവരാകുന്നു എന്നാണ്. അവിടെ കൃത്യമായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു വഹയിനെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിനെ പറഞ്ഞുകൊണ്ട് പിന്നീട് അള്ളാഹു സൂചിപ്പിക്കുന്നത് അവർക്ക് മുമ്പ് വന്ന പ്രവാചകൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് വന്ന പ്രവാചകന്മാരെയും അറിഞ്ഞംഗീകരിക്കുന്നവരാകുന്നു സത്യവിശ്വാസികളെന്ന. കാരണം അതിനുശേഷമുള്ള ഒരു പ്രവാചകത്വത്തെ സംബന്ധിച്ച് ഇനി ഒരു പ്രവാചകൻ വരുമെന്നൊരു സൂചന പോലും അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നില്ല എന്നുള്ളതാണ്. മറ്റൊരായത്ത് നമുക്കറിയാം അവസാനമായി അവതരിപ്പിക്കപ്പെട്ട ആയത്താണ് സൂറത്ത് മായിദയിലെ 3-ാമത്തെ ആയത്ത്, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇന്നേ ദിവസം ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ നിയമങ്ങളെല്ലാം പൂർത്തീകരിച്ചു തരികയും ഇസ്ലാമിനെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് നിറവേറ്റി തരികയും ഇസ്ലാമിനെ ദീനായിക്കൊണ്ട് ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടു തരികയും ചെയ്തിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം പ്രവാചക നിയോഗം എന്നുള്ളത് മനുഷ്യകുലത്തിനുള്ള അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ റഹ്മത്തും നിഅമത്തുമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇവിടെ എല്ലാവിധ അനുഗ്രഹങ്ങളും വഅത്മംതു അലൈക്കും നിഅമതി, എൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു എന്ന് കൃത്യമായി പറയുന്നതിലൂടെ ആ ഒരു പ്രവാചകത്വമാവുന്ന അനുഗ്രഹവും അവിടെ ഉൾപ്പെട്ടു എന്നുള്ളത് നമുക്ക് കൃത്യമായി ബോധ്യപ്പെടുന്ന ഒരു സംഗതിയാണ്. ഇനി നമുക്കറിയാം ഇന്ന് ഒരുപാട് തർക്കങ്ങളും വിതർക്കങ്ങളും ഉള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മുസ്ലിമീങ്ങൾക്കിടയിൽ തന്നെ ഒരുപാട് തർക്കങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. സത്യത്തിൽ ഈ കള്ളപ്രവാചകന്മാർ ഈ പ്രശ്നങ്ങളെ ഊതി വീർപ്പിച്ചുകൊണ്ട് ഇതിനൊരു പരിഹാരം എന്നുള്ള നിലക്ക് ഇനിയൊരു പ്രവാചകനും വരണം എന്ന് സ്ഥാപിച്ചുകൊണ്ട് അവരുടെ പ്രവാചകത്വത്തെ സ്ഥാപിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. സത്യത്തിൽ പരിശുദ്ധ ഖുർആനെ സംബന്ധിച്ചുള്ള വിവരമില്ലായ്മയാണ് അത്തരമുള്ള വാദങ്ങളിലേക്ക് അവർ കടന്നു പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. സൂറത്ത് നിസായിലെ 59-ാമത്തെ ആയത്തിൽ അള്ളാഹു കൃത്യമായി പറയുന്ന ചില സംഗതികളുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ളവരെ, അത്തിയുല്ലാഹ വഅത്തിയുർ റസൂല, നിങ്ങൾ അള്ളാഹുവിനെയും അർ റസൂലിനെയും, അതായത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും നിങ്ങൾ അനുസരിക്കണം. ഉലുൽ അംരി മിൻകും, നിങ്ങളിൽപ്പെട്ട കൈകാര്യകർത്താക്കളെ, അതായത് ഭരണാധികാരികളും പണ്ഡിതന്മാരും നേതാക്കന്മാരും അങ്ങനെ ഒരുപാട് ആളുകളുണ്ടാവും. അപ്പോൾ ഇവരെയും നിങ്ങൾ എന്ത് ചെയ്യണം? അനുസരിക്കണം. ഇനി ഫൈൻ തനാസഅ്തും ഫീ ഷൈഇൻ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഭിന്നിപ്പുണ്ടായാൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? ഫറുദ്ദൂഹു ഇലല്ലാഹി വർ റസൂൽ, നിങ്ങളത് അള്ളാഹുവിലേക്കും അർ റസൂലിലേക്കും, അതായത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കും നിങ്ങൾ മടക്കണം. അവിടെ ഏകവചനമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചിരിക്കുന്നത്. ആ അർ റസൂൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അള്ളാഹുവിലേക്കും റസൂലിലേക്കും മടക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വിശുദ്ധ ഖുർആനിലേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലേക്കും അതിനെ മടക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇനി മുസ്ലിങ്ങൾക്കിടയിൽ എന്ത് പ്രശ്നമായാലും, അത് ഒരു കൈകെട്ടൽ മുതൽ തൗഹീദുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരെ എന്ത് അഭിപ്രായ വ്യത്യാസങ്ങളും ഈ ഉമ്മത്തിലുണ്ടെങ്കിൽ അതൊരു പുതിയ പ്രവാചകനെ നോക്കിയിരിക്കേണ്ട, അല്ലെങ്കിൽ പുതിയൊരു പ്രശ്നങ്ങൾ അന്വേഷിച്ചുകൊണ്ട് വേറെ ഏതെങ്കിലും വഴിക്ക് പോകേണ്ട ഒരു അവസ്ഥ ഒരു മുസ്ലിമിന് ഉണ്ടാവരുത് എന്നുള്ള നിലക്ക്, അല്ലെങ്കിൽ അതിന് അർത്ഥമില്ല എന്നുള്ള നിലക്ക് കൃത്യമായിക്കൊണ്ട് അള്ളാഹു അന്ത്യദിനം വരെയുള്ള ഈമാനുള്ള വിശ്വാസികൾക്ക് അള്ളാഹു മുന്നറിയിപ്പ് നൽകുകയാണ്. ഫൈൻ തനാസഅ്തും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വർ റസൂൽ ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. കൃത്യമായി അള്ളാഹു പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനെയും പരലോകത്തെയും അറിഞ്ഞംഗീകരിച്ചിരിക്കുന്ന ആളുകളാണെങ്കിൽ, അതിനെ ദൃഢമായി വിശ്വസിച്ചിരിക്കുന്ന ആളുകളാണെങ്കിൽ ദാലിക ഖൈറുൻ, അതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്, വഅഹ്സനു തഅ്വീല, ഏറ്റവും നല്ല വിശദീകരണവും അതാണ് എന്നുള്ളതാണ്. അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഈ മുസ്ലിം ഉമ്മത്തിന് എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ഇനിയിപ്പോൾ ഒരു പ്രവാചകൻ വന്നു എന്ന് നമുക്ക് കരുതുക. ഈ ഒരു ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ അംഗീകരിക്കേണ്ട ബാധ്യതയില്ല എന്നുള്ളത് കൃത്യമായി നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അങ്ങനെ ഒരു നിരർത്ഥകമായ ഒരു പ്രവൃത്തി അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് നഅൂദുബില്ലാ ഉണ്ടാവുകയുമില്ല. അള്ളാഹു അങ്ങനെ ഒരു പ്രവാചകനെ പറഞ്ഞയക്കുകയുമില്ല. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെയും കൃത്യമായി അള്ളാഹു സംരക്ഷിച്ചിരിക്കുന്നു എന്നുള്ളത്
നമുക്ക് പഠിച്ചാൽ ബോധ്യപ്പെടുന്ന ഒരു സംഗതി. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ എന്ന് ഖുർആനെ സംബന്ധിച്ച് പറഞ്ഞു. അതോടൊപ്പം തന്നെ റസൂലുള്ളാഹി ഹജ്ജത്തുൽ വദായിൽ വെച്ച് പറഞ്ഞു, തറക്തു ഫീക്കും അംറൈൻ, രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വിട്ടേച്ചു പോകുന്നു, കിതാബല്ലാഹി വ സുന്നത റസൂലിഹി ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമ, നിങ്ങളത് മുറുകെ പിടിച്ചാൽ നിങ്ങൾ ഒരിക്കലും പിഴച്ചു പോവുകയില്ല. കിതാബല്ലാഹി വ സുന്നത റസൂലിഹി, അത് അള്ളാഹുവിൻ്റെ കിതാബും അവൻ്റെ പ്രവാചകൻ്റെ ചര്യയുമാകുന്നു, സുന്നത്തുമാകുന്നു എന്ന് കൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചു. അപ്പോൾ സൂറത്തുൻ നിസായിലെ ഈ 59-ാമത്തെ ആയത്തിൽ അള്ളാഹു കൃത്യമായി ഈ ഒരു കാര്യവും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇനി നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് നരകമോചനമാണ്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സ്വർഗം ലഭിക്കുക എന്നുള്ളതിനേക്കാൾ അവൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന കാര്യം നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ്. ഇപ്പോൾ സൂറത്തു സഫിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല 11-ാമത്തെ ആയത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം, യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ളവരെ, ഹൽ അതുല്ലുക്കും അലാ തിജാറത്തിൻ തുഞ്ചീക്കും മിൻ അദാബിൻ അലീം, വേദനാജനകമായ ആ നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള ഒരു കച്ചവടത്തെ സംബന്ധിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ. 3-4 കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എണ്ണി പറയുകയാണ്. അതിൽ പറഞ്ഞ ആദ്യത്തെ 2 കാര്യങ്ങൾ, തുഅ്മിനൂന ബില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുക, വ റസൂലിഹി, ഏകവചനമായി കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ വിശദീകരിച്ചിരിക്കുന്നത്, നിങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലും വിശ്വസിക്കുക. അപ്പോൾ ഇനിയൊരു പ്രവാചകൻ വരാനുണ്ടായിരുന്നുവെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയേണ്ടത് ചുരുങ്ങിയത് ദ്വിവചനത്തിലോ അല്ലെങ്കിൽ ബഹുവചനത്തിലായിരുന്നു പറയേണ്ടിയിരുന്നത് എന്ന് കൃത്യമായി ഭാഷ പഠിച്ച ആളുകൾക്ക് ബോധ്യപ്പെടുന്നൊരു സംഗതിയാണ്. അപ്പോൾ അള്ളാഹുവിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലും വിശ്വസിച്ച് കഴിഞ്ഞാൽ തന്നെ അള്ളാഹു നരകമോചനം വാഗ്ദാനം ചെയ്യുന്നുണ്ട് എങ്കിൽ ഇനി മറ്റൊരു പ്രവാചകനെ അന്വേഷിച്ചു പോകേണ്ട ഒരു ഗതികേടും ഈ ഉമ്മത്തിനില്ല എന്നുള്ളത് മനസ്സിലാക്കുവാൻ യാതൊരു പ്രയാസവുമില്ല എന്നുള്ളത് നമുക്ക് കൃത്യമായി ബോധ്യപ്പെടുന്നതാണ്. ഇത് വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറഞ്ഞ സംഗതിയാണെങ്കിൽ പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷമുള്ള ലോകാവസാനം വരെ വരുന്ന സകല ജനങ്ങളെയും വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നൊരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. സൂറത്ത് അറാഫിലെ 158-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത്, കുൽ, പ്രവാചകരെ നീ പ്രഖ്യാപിക്കുക, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ. ഈ യാ അയ്യുഹന്നാസ് എന്നുള്ള വിളിയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിതനായ അന്നു മുതൽ ലോകാവസാനം വരെ വരാനിരിക്കുന്ന സകല ജനങ്ങളും ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമിയ, ഞാൻ നിങ്ങളിലേക്ക് എല്ലാവരിലേക്കുമുള്ള ദൈവത്തിൻ്റെ ദൂതനാകുന്നു എന്ന റസൂൽ എന്ന ഏകവചനമാണ് അവിടെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ റസൂലുള്ളാഹിയുടെ ആധികാരികതയെ പറ്റി പിന്നീട് വിശദീകരിക്കുകയാണ്. അല്ലദീ ലഹു മുൽക്കുസ് സമാവാതി വൽ അർള്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചിരിക്കുന്നത് ആരാ? ആകാശങ്ങളുടെയും ഭൂമിയുടെയും ഉടമസ്ഥനായ സർവാധിപതിയായ പ്രപഞ്ചനാഥനാകുന്നു അദ്ദേഹത്തെ നിയോഗിച്ചിരിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് സർട്ടിഫൈ ചെയ്യുകയാണ്. അദ്ദേഹം സ്വയം ഒരു വെളിപാടുണ്ടായപ്പോൾ വിളിച്ചു പറഞ്ഞതല്ല ഞാൻ ദൈവദൂതനാണ് എന്നുള്ളത്, മറിച്ച് പ്രപഞ്ച സൃഷ്ടാവിൻ്റെ കൽപ്പന പ്രകാരം അദ്ദേഹം നിയോഗിതനാകുന്നു എന്നുള്ളത് ഈ ആയത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇനി ആരാണ് ഈ പ്രപഞ്ച സൃഷ്ടാവ്? ലാ ഇലാഹ ഇല്ലാഹു വയുഹീ വയുമീത്ത്, ജനങ്ങളെ നിങ്ങളെ മരിപ്പിക്കുകയും നിങ്ങളെ ജനിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവനാണ് ആരാണോ അവനല്ലാതെ മറ്റൊരു ദൈവവുമില്ല. അതുകൊണ്ട് തന്നെ ആ ദൈവമാര് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു സംശയവും വേണ്ട. നിങ്ങളെ ജനിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്ന ദൈവമാരാണോ, ഈശ്വരനാരാണോ, സർവേശ്വരനാരാണോ അവനാകുന്നു ആ ദൈവം, ആ പ്രപഞ്ചത്തിൻ്റെ അധിപതി എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുകയാണ്. തുടർന്ന് അള്ളാഹു പറയുന്നത്, ഫആമിനൂ ബില്ലാഹി വ റസൂലിഹിൻ നബിയ്യിൽ ഉമ്മിയ്യല്ലദീ യുഅ്മിനൂന ബില്ലാഹി വ കലിമാതിഹി, നിങ്ങൾ ആ റസൂലിൽ വിശ്വസിക്കുക. ആ റസൂലിൻ്റെ പ്രത്യേകത എന്താ? അൻ നബിയ്യുൽ ഉമ്മി, അദ്ദേഹം നിരക്ഷരനായ പ്രവാചകനാകുന്നു. അപ്പോൾ കൃത്യമായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് വീണ്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല സ്ഥാപിക്കുകയാണ്, അല്ലദീ യുഅ്മിനു ബില്ലാഹി വ കലിമാതിഹി, അള്ളാഹുവിലും പ്രപഞ്ചനാഥനിലും അവൻ്റെ വചനങ്ങളിലും വിശ്വസിക്കുന്ന നിരക്ഷരനായ ആ ദൈവദൂതനെ ആണ് നിങ്ങൾ പിന്തുടരേണ്ടത്. വത്തബിഊഹു, നിങ്ങൾ അദ്ദേഹത്തെ പിൻപറ്റുക, അദ്ദേഹത്തെ നിങ്ങൾ ഇത്തിബാ ചെയ്യുക, അദ്ദേഹത്തിൻ്റെ കൽപ്പനകളെ നിങ്ങൾ പരിപൂർണമായി പിന്തുടരുക. ലഅല്ലക്കും തഹ്തദൂൻ, എങ്കിൽ നിങ്ങൾക്ക് ഹിദായത്ത് ലഭിക്കും. അപ്പോൾ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിതനായ അന്നു മുതൽ ലോകാവസാനം വരെ വരുന്ന സകല ജനങ്ങൾക്കുമുള്ള ഹിദായത്തിൻ്റെ കാരണമായിക്കൊണ്ട് അള്ളാഹു നിയോഗിച്ച പ്രവാചകൻ അത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാകുന്നു എന്നുള്ളത് സൂറത്ത് അറാഫിലെ ഈ 158-ാമത്തെ ആയത്തിൽ അള്ളാഹു വളരെ വ്യക്തമായി പ്രതിപാദിച്ചിരിക്കുകയാണ്. അതിൽ നിന്ന് തന്നെ ഈ ഒരു കാര്യം നമുക്ക് കൃത്യമായി ബോധ്യപ്പെടുന്നതാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത സെഷനിൽ ഹദീസുകളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് വിശദീകരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീൻ കൃത്യമായി മനസ്സിലാക്കുവാനുള്ള തൗഫീഖ് നൽകി നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.